നമസ്കാരം. ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ വെളിപ്പെടുത്തൽ. യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട താൻ നിലവിൽ തലസ്ഥാനമായ ടെഹ്റാനിൽ നിരന്തരം വാഹനം മാറ്റി സഞ്ചരിച്ചാണ് ജീവൻ നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ ഇറാനിയൻ മാധ്യമപ്രവർത്തകൻ ജവാദ് മൊഗൂയിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അബ്ബാസ് അറാഖ്ചി ഈ വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യത്തെ ഉന്നത നേതൃത്വത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ശത്രുക്കൾക്ക് ചോർന്നു കിട്ടിയതാണ് ആക്രമണം ഇത്രത്തോളം പ്രഹരശേഷിയുള്ളതാക്കാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റലിജൻസ്, വിദേശ നയം, പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു ശത്രുക്കളുടെ പെട്ടെന്നുള്ള കടന്നാക്രമണം. ഖമേനിയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹിജാസിക്ക് റിപ്പോർട്ട് നൽകുന്നതിനിടയിൽ അടുത്തതായി 3 അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. മൂന്നാമത്തെ സ്ഫോടനം തൊട്ടടുത്ത കെട്ടിടത്തിലാണ് പതിച്ചതെന്നും തങ്ങൾ നിന്ന ഭാഗത്തെ മേൽക്കൂരയും ചുവരുകളും പൂർണ്ണമായും തകർന്നു വീണെന്നും അറാഖ്ചി ഓർത്തെടുത്തു. തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഹിജാസിയുടെ കൈപിടിച്ച് നിലവിളികൾക്കും ഒഴുകുന്ന വെള്ളത്തിനുമടിയിലൂടെ സാഹസികമായാണ് തങ്ങൾ പുറത്തെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുമായി ഈ വർഷം നടന്ന നയതന്ത്ര ചർച്ചകളിൽ തനിക്ക് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നെങ്കിലും സമാധാനത്തിനായുള്ള ഇറാന്റെ ആത്മാർത്ഥത ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അത് ആവശ്യമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജനീവയിൽ നടന്ന അവസാനഘട്ട ചർച്ചകളിൽ ഇറാൻ ഒരു ആണവ കരാറിന് തയ്യാറായെങ്കിലും പിറ്റേന്ന് തന്നെ വാഷിംഗ്ടണിന്റെ നിലപാട് കൂടുതൽ ആക്രമണോത്സുകമായതായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി അറിയിക്കുകയായിരുന്നു. തുടർന്ന് അടുത്ത ദിവസം രാവിലെയോടെയാണ് വൻ ബോംബ് വർഷണം ആരംഭിച്ചത്. വിദേശകാര്യ ഓഫീസുകളും സുരക്ഷാ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് ഇസ്രായേൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ആക്രമണം ഇറാനിലെ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അറാഖ്ചി തുറന്നു സമ്മതിച്ചു. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടാൽ ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള കോഡ് 110 എന്ന അടിയന്തര പദ്ധതി ഇറാൻ മുന്നേ കൂട്ടി തയ്യാറാക്കിയിരുന്നു. വിദേശ രാജ്യങ്ങളിലെ സഖ്യശക്തികളുടെ വീഴ്ചയും രാജ്യത്തെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും കാരണം ഇറാൻ ദുർബലമായെന്ന യുഎസിന്റെ ധാരണയാണ് ആക്രമണത്തിന് തുനിയാൻ കാരണം. എങ്കിലും ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യവും രക്തസാക്ഷിത്വ ചിന്തയും കൈമുതലായുള്ള ഇറാനെ അത്ര എളുപ്പം കീഴടക്കാനായില്ല. പ്രാദേശിക ആണവ നിലയങ്ങളോ എണ്ണശേഖരങ്ങളോ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും അയൽ രാജ്യങ്ങളുടെ എണ്ണ കച്ചവടത്തിനു നേരെ തിരിച്ചടി നൽകുമെന്നും അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ച തീരുമാനം വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്ന് അറാഖ്ചി ചൂണ്ടിക്കാട്ടി. ഭരണകൂടത്തിന്റെ അടിസ്ഥാനപരമായ നയങ്ങളിലോ ലക്ഷ്യങ്ങളിലോ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന ശക്തമായ പ്രഖ്യാപനമാണിത്. കഴിഞ്ഞ വർഷത്തെ ബോംബാക്രമണത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ആക്രമണം ഉണ്ടായാൽ മിസൈൽ താവളങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള സമയം ഏറെ കുറച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പോരാട്ടത്തിന്റെ ആഘാതത്തെക്കാൾ പോരാടാതിരിക്കുന്നതിന്റെ പ്രത്യാഘാതം വലുതാകുമ്പോൾ മാത്രമേ ഇറാൻ യുദ്ധത്തിന് മുതിരുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.